കർണാടകയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഉന്നയിച്ച ക്രമക്കേട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുമെന്നുള്ള വിവരം കൂടി വരികയാണ്. സംസ്ഥാനത്തെ നിയമവകുപ്പിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചിരിക്കുന്നു. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകുക. ശ്രീധരൻ, കർണാടകയിൽ സംഭവിച്ചിട്ടുള്ളത് എത്രമാത്രം വലിയ അട്ടിമറിയാണെന്നും വ്യാജ വോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ നമ്പർ സഹിതം എങ്ങനെയാണ് അന്വേഷണം? അക്ഷയ, കർണാടകയിലെ മഹാദേവപുര അസംബ്ലി മണ്ഡലത്തിൽ വ്യാപകമായിട്ട് വ്യാജ വോട്ടുകൾ, കള്ളവോട്ടുകൾ ചേർത്തു എന്നതാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ, ഇതിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ വെച്ച് ഇത് കുറിച്ച് അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ആദ്യപടിയായാണ് ഇപ്പോൾ ഈ വിഷയം അന്വേഷിക്കാനുള്ള തീരുമാനം കർണാടക സർക്കാരിന്റെ ഭാഗത്ത് വന്നത്. ഇതിന്റെ നിയമസാധുത എത്രത്തോളം ഉണ്ട് എന്ന് സംബന്ധിച്ച് പരിശോധിക്കാൻ നിയമവകുപ്പ് മന്ത്രി എച്ച്.കെ. പാട്ടീലിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ഏതായാലും മഹാദേവപുര അസംബ്ലി മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ ചേർത്തു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. അതിൽ ഒരു ഒറ്റമുറി വീട്ടിൽ പോലും 80 പേരുടെ വോട്ടർമാരുണ്ട് എന്നൊക്കെ ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം വന്നിരുന്നത്. പലപ്പോഴും അതിന്റെയൊക്കെ തെളിവുകൾ ഉൾപ്പെടെ പുറത്ത് വരികയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്ത വോട്ടർമാരുണ്ട്. അതായത് 1-2 പേർക്ക് മാത്രം കഴിയാവുന്ന മുറിയിൽ 80 പേരുടെ വിലാസവുമായി വോട്ടർ പട്ടികയിൽ അവരുടെ പേര് വിവരങ്ങൾ വന്നു ഉൾപ്പെടെയായിരുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. അതിലിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയാണ് രാഹുൽ മുന്നോട്ട് വെച്ചത്. സിദ്ധരാമയ്യ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു.